ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ റവ ഉപയോഗിച്ചുകൊണ്ട് ആവിയിൽ ഇതേപോലെ ഇഡ്ഡലിത്തട്ടിൽ വേവിച്ചെടുക്കുന്ന ഒരു കിഡിലെ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരം 4 മണി ചായയ്ക്കും അതേപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ചിലവോ ഒരുപാട് പാടോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സിമ്പിളായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് 1 കപ്പ് ശർക്കര 250 ml കപ്പിനാണേ. അതിനകത്തേക്ക് 1.25 കപ്പ് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ശർക്കര എടുക്കുകയാണെങ്കിൽ 1 കപ്പും അതേപോലെ തന്നെ കുറച്ചും കൂടി വെള്ളം, 1.25 വേണമെന്നില്ല, കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. മാത്രമല്ല നമ്മുടെ ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിൽ വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നല്ല മധുരമുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 1 കപ്പ് അത്രയും തന്നെ വേണ്ടി വരില്ല. നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് അരിച്ച് നമുക്കവിടെ മാറ്റി വയ്ക്കാം. എന്തെങ്കിലും കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം നമുക്കിതിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു വലിയ നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ശർക്കര എടുക്കുമ്പോൾ 1 നേന്ത്രപ്പഴം അത് മതിയാവും. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പഴം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. ശരിക്കും പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇവിടെ ഒരു ബൗളിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളെടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് നമ്മുടെ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 250 ml കപ്പിൽ തന്നെ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റവയുടെ കൂടെ തന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പഴത്തിൻ്റെയും അതേപോലെ തന്നെ റവയുടെയും നമ്മുടെ ശർക്കരപ്പാനിയുടെയും ഒക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന്. നല്ല മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ആറിയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് നമ്മുടെ റവയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ റവയും പഴവും ശർക്കരപ്പാനിയും എല്ലാം ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ റവ ശരിക്കും ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ഈ മിക്സ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഒന്ന് റെസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി പരിപാടികൾ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ റവയുടെ മിക്സ് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും നമ്മുടെ മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അത് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ മിക്സിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടമാവും. അതേപോലെ തന്നെ ഇങ്ങനെ വെറുതെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറയെ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കാഷ്നട്ട് ചെറുതായതും മുന്തിരിയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യിലേക്ക്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഒന്ന് ചുമന്ന കളറാകുമ്പോൾ ഇതെല്ലാം എടുത്ത് നമുക്കിങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് നമ്മുടെ റവയുടെ മിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് കുതിർന്ന് നല്ലപോലെ തന്നെ സോഫ്റ്റായിട്ടാട്ടോ ഇരിക്കുന്നത് കണ്ടോ. നമുക്ക് ഈ അരമണിക്കൂറിന് പകരമായിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം കൂടി വെക്കാം. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ റവ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകമല്ല കുഞ്ഞു ജീരകവും അതേപോലെ തന്നെ ഏലക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മധുരം ആയതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഇങ്ങ് പൊങ്ങി വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്ത് കാഷ്നട്ട് അതേപോലെ തന്നെ മുന്തിരി ഉണ്ടല്ലോ അതിൻ്റെ നേർപകുതിയും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ റവയും പഴവും അതേപോലെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊട്ടും തന്നെ താമസിക്കേണ്ട, നമുക്ക് നേരെ റെഡിയാക്കാനായിട്ട് തുടങ്ങാം.
അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ ഇതേപോലെ ഇഡ്ഡലി തട്ടിൽ സാധാരണ ഇഡ്ഡലിയൊക്കെ ചെയ്യില്ലേ അതേപോലെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ഒന്നെങ്കിൽ നമ്മുടെ കറിപ്പാത്രം ഉണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് പറ്റിയിട്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇഡ്ഡലി തട്ടിലെ എല്ലാ കുഴിയിലേക്കും കുറച്ച് നെയ്യാണ് നമ്മൾ പറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കറിപ്പാത്രത്തിലാണെങ്കിലും കുറച്ച് നെയ്യാണ് ഒന്ന് പറ്റി കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഓരോ കുഴിയിലേക്കും അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരുമല്ലോ. ബാക്കി വരുന്ന കുറച്ച് കാഷ്നട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മേളിലേക്കും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി ഇതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 20-25 മിനിറ്റ് നമ്മുടെ ആവിയിൽ വെച്ച് നല്ല പോലെ തന്നെ ഇഡ്ഡലിയൊക്കെ വെന്ത് വരുന്ന പോലെ ശരിക്കും ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ പൊങ്ങി വരില്ലേ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്നത്. അപ്പോൾ ശരിക്കും ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇഡ്ഡലി തട്ടിൽ ബാക്കിയുള്ള മിക്സും കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊക്കെ നാറി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർ പോലും അറിയാതെ അവർ കഴിച്ചു നോക്കുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ നെയ്യിൽ ആവിയിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി എന്താണെങ്കിലും കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് അടിയിലൊട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇങ്ങ് വിട്ട് പോന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഉള്ളൊക്കെ ആണെങ്കിലും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റവയൊക്കെ ആണെങ്കിലും ശരിക്കും കുതിർന്ന് വന്നുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും വൈകുന്നേരം 4 മണി ചായയ്ക്ക് നല്ല ചൂടോടുകൂടി ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പം നമുക്കിതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.